നമസ്കാരം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന്റെ 11ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പി ഡബ്ല്യു ഡിയിലെ ഒന്നാമത്തെ ചോദ്യമാണ്. പി ഡബ്ല്യു ഡിയിലെ ഓഡിറ്റ് ഓഫീസിലേക്ക് സമർപ്പിക്കാത്ത മസ്റ്റർ റോളുകൾ, വൗച്ചറുകൾ, മറ്റെല്ലാ അക്കൗണ്ടുകളും വിശദമായ പരിശോധന നടത്തുന്നത് ആരാണ്? അതായത് പി ഡബ്ല്യു ഡിയിലെ ഓഡിറ്റ് ഓഫീസിലേക്ക് സമർപ്പിക്കാത്തതാണ്. ഓഡിറ്റ് ഓഫീസിലേക്ക് സമർപ്പിക്കാത്ത മസ്റ്റർ റോളുകളും വൗച്ചറുകളും മറ്റ് അക്കൗണ്ടുകളൊക്കെ വിശദമായ പരിശോധന നടത്തുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അത് ആൻസർ ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ്. അടുത്ത ചോദ്യം, സർക്കാർ കമ്പനികളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ആരാണ്? സർക്കാർ കമ്പനി എന്ന് പറയുന്നത് 51% ഓഹരി വീതമെങ്കിലും ഉള്ള ഷെയർ ഉള്ള കമ്പനികളാണ്. സർക്കാരിന് ഷെയർ ഉള്ള കമ്പനികളാണ് സർക്കാർ കമ്പനി എന്നറിയപ്പെടുന്നത്. അതിൻ്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഉപദേശപ്രകാരം കമ്പനിയിലോ ഡിപ്പാർട്ട്മെന്റ് നിയമിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ട് സ്ഥാപനങ്ങളാണ് ഈ ഓഡിറ്റ് നടത്തുന്നത്. സർക്കാർ കമ്പനികളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് CA&Gയുടെ ഉപദേശപ്രകാരം കമ്പനി ലോ ഡിപ്പാർട്ട്മെന്റ് നിയമിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ട് സ്ഥാപനങ്ങൾ. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്മാരാണ് സർക്കാർ കമ്പനികളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പൊതുമേഖലാ സംരംഭങ്ങളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതിനായി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ആന്തരിക സംവിധാനമാണ്, നമ്മളത് പഠിച്ചതാണ്. പൊതുമേഖലാ സംരംഭങ്ങളുടെ പബ്ലിക് അണ്ടർടേക്കിങ്സിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതിനായിട്ട് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ആന്തരിക സംവിധാനമാണ് എന്ത്? ഓഡിറ്റ് ബോർഡാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, എല്ലാ കേന്ദ്ര സർക്കാർ കമ്പനികളുടെയും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകളുടെയും മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന്റെ സംഗ്രഹവും അവയുടെ സാമ്പത്തിക ഫലങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിലാണ് എന്നാണ്. എല്ലാ കേന്ദ്ര സർക്കാർ കമ്പനികളുടെയും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകളുടെയും മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന്റെ സംഗ്രഹവും അവയുടെ സാമ്പത്തിക ഫലങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിലാണ്? അത് കേന്ദ്ര സർക്കാരിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്, കൊമേഴ്സ്യൽ ആയിട്ടുള്ള കൊമേഴ്സ്യൽ ഓഡിറ്റ് റിപ്പോർട്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൊമേഴ്സ്യൽ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓഡിറ്റ് റിപ്പോർട്ട് ബ്രാക്കറ്റിൽ കൊമേഴ്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. അടുത്ത ചോദ്യം, PWD സ്റ്റോർ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, PWDയുടെ സ്റ്റോർ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഓരോ വസ്തുവിൻ്റെയും വരവ്, ചെലവ്, ബാക്കി എന്നിവയുടെ അളവ് മാത്രം രേഖപ്പെടുത്തുന്ന കാലക്രമത്തിലുള്ള ഒരു രേഖയാണ് അത്. അതിൻ്റെ ആൻസർ ബിൻ കാർഡ് എന്ന് പറയും. BIN കാർഡ്, ബിൻ കാർഡ്. അപ്പോൾ ഈ ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കാത്ത വാക്കാണ് എല്ലാവരും, അതുകൊണ്ട് ഞാനതൊന്ന് പറയാം. ഈ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിൻ കാർഡിൽ സാധനങ്ങൾ എപ്പോൾ വന്നു, എത്ര എണ്ണം വന്നു, എപ്പോൾ കൊടുത്തു, സ്റ്റോക്കിൽ ബാക്കി എത്രയുണ്ട് എന്നിവ ബിൻ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അലമാരിയിലോ പെട്ടിയിലോ ആണ് ഈ കാർഡ് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിൻ കാർഡിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നാൽ ഡേറ്റ് ഉണ്ടാവും, ഓപ്പണിംഗ് ഉണ്ടാവും, തീയതി, വിവരണം നൽകിയത്, ലഭിച്ചത്, ബാലൻസ് എന്നിങ്ങനെ ഉണ്ടായിരിക്കും. ഇനി
അപ്പൊ അതാണ് ബിൻ കാർഡ്. ഈ ബിൻ കാർഡിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പിന്നെ സാധാരണഗതിയിൽ ബിൻ കാർഡിൽ തുകകൾ രേഖപ്പെടുത്താറില്ല. സ്റ്റോർ ഐറ്റംസിന്റെ പ്രൈസ് രേഖപ്പെടുത്താറില്ല. അത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, അതിന് ബിൻ കാർഡ് എന്ന് പറയുന്നതിനെ പറ്റി അത്രേ പറയാനുള്ളൂ, വേറെ കൂടുതലായിട്ട് പറയാനില്ല. അതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ബിൻ കാർഡാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത്, PWD സ്റ്റോറുകൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ പിന്തുടരുന്ന അടിസ്ഥാന തത്വം എന്താണ്? PWD സ്റ്റോറുകൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. അടിസ്ഥാന തത്വം എന്താണ്? അത് ആൻസർ, ബന്ധപ്പെട്ട ജോലിയുടെ അന്തിമ അക്കൗണ്ട് ഹെഡിലേക്കോ അല്ലെങ്കിൽ അവ ആവശ്യമായ പ്രത്യേക ജോലിയിലേക്കോ നേരിട്ട് ഡെബിറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം, എന്താ അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പൊതുമരാമത്ത് വകുപ്പ് PWD ഒരു റോഡ് നിർമ്മാണം നടത്തുന്നു എന്ന് കരുതുക. ഈ നിർമ്മാണത്തിനായിട്ട് നമ്മൾ സിമന്റ്, കമ്പിയും സ്റ്റോറിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളുടെ മൂല്യം ആ റോഡ് നിർമ്മാണത്തിന്റെ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് നേരിട്ട് രേഖപ്പെടുത്തേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണം നടത്തുന്നു എന്ന് കരുതുക. അങ്ങനെയുണ്ടെങ്കിൽ ഈ നിർമ്മാണത്തിനായി സിമന്റ് കമ്പിയും സ്റ്റോറിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളുടെ മൂല്യം ആ റോഡ് നിർമ്മാണത്തിന്റെ പ്രത്യേക അക്കൗണ്ടിലേക്ക് നേരിട്ട് ഡെബിറ്റ് ചെയ്യണം, നേരിട്ട് രേഖപ്പെടുത്തണം. അതായത് ഡെബിറ്റ് ചെയ്യണം. അതായത് സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ അത് ഏത് നിർമ്മാണ പ്രവൃത്തിക്കാണോ ഉപയോഗിക്കുന്നത് ആ പ്രവൃത്തിയുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ ചെലവ് മാറ്റണം എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അർത്ഥം. ഒരു മിനിറ്റ് എല്ലാവരും, ഒരു സോറി, ബാറ്ററി ഒന്ന് കുത്തിക്കോട്ടെ, ചാർജ് ലേശം വീക്കാണ്. അപ്പൊ നമ്മൾ ആ ചോദ്യത്തില് പറഞ്ഞു, പിന്നെ PWD സ്റ്റോറുകൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ പിന്തുടരുന്ന അടിസ്ഥാന തത്വം എന്തായിരുന്നായിരുന്നു ചോദ്യം. അപ്പോൾ അതിന്റെ ആൻസർ, ബന്ധപ്പെട്ട ജോലിയുടെ അന്തിമ അക്കൗണ്ട് കെട്ടിലേക്കോ അല്ലെങ്കിൽ അവ ആവശ്യമായ പ്രത്യേക ജോലിയിലേക്കോ നേരിട്ട് ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതൊരു ഉദാഹരണ സഹിതമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്താ ഉദാഹരണം പറഞ്ഞത്? ഒരു പൊതുമരാമത്ത് വകുപ്പ് ഒരു റോഡ് നിർമ്മാണം നടത്തുമ്പോൾ ഈ നിർമ്മാണത്തിനായിട്ട് സിമെന്റും കമ്പിയും സ്റ്റോറിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ആ എടുത്ത സിമെന്റ് കമ്പിയുടെയും മൂല്യം, കോസ്റ്റ്, ആ റോഡ് നിർമ്മാണത്തിന്റെ പ്രത്യേക അക്കൗണ്ടിലേക്ക് നേരിട്ട് രേഖപ്പെടുത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതായത് സ്റ്റോറിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് പോകുമ്പോൾ അത് ഏത് നിർമ്മാണ പ്രവൃത്തിക്കാണോ ഉപയോഗിക്കുന്നത് ആ പ്രവൃത്തിയുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ ചെലവ് മാറ്റണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഡാഷ് എന്നത് ഒരു പ്രാരംഭ അക്കൗണ്ടാണ്. ദിവസവേതനക്കാർ വഴിയോ പീസ് ജോലി കരാർ വഴിയോ ചെയ്ത ജോലിയുടെ അളവും ഗുണനിലവാരമാണ് കേട്ടോ. ചെയ്ത ജോലിയുടെ അളവും ഗുണനിലവാരത്തെയും കുറിച്ചുള്ള അല്ലെങ്കിൽ ലഭിച്ച വസ്തുക്കളെ കുറിച്ചുള്ള അക്കൗണ്ടുകളുടെ അടിസ്ഥാനമാണിത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരൊറ്റ വാക്ക് നോക്കിയാൽ മതി,
ചെയ്ത ജോലിയുടെ അളവുകളും ഗുണനിലവാരത്തെയും കുറിച്ചുള്ള അല്ലെങ്കിൽ ലഭിച്ച വസ്തുക്കളെക്കുറിച്ചുള്ള അക്കൗണ്ടുകളുടെ അടിസ്ഥാനം എന്താണെന്നാണ് ചോദിച്ചത്. ആ ബുക്കിനാണ് നമ്മൾ മെഷർമെന്റ് ബുക്ക് എന്ന് പറയുന്നത്. ചെയ്ത ജോലിയുടെ അളവ് എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം എന്തായി? മെഷർമെന്റ് ബുക്കായി. അടുത്ത ചോദ്യം, സർക്കാരിന്റെ ചില വകുപ്പുകൾ വാണിജ്യപരമായ അല്ലെങ്കിൽ വാണിജ്യേതര സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ സാധാരണ വാണിജ്യ രീതിയിലാണ് സൂക്ഷിക്കുന്നത്. ഇതിനെ എന്ത് വിളിക്കുന്നു? അപ്പോൾ അക്കൗണ്ടുകൾ വാണിജ്യ സ്വഭാവത്തിലോ വാണിജ്യേതര സ്വഭാവത്തിലോ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ചില വകുപ്പുകൾ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ സാധാരണഗതിയിൽ വാണിജ്യ രീതിയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കുന്നു? ഏത് തരം അക്കൗണ്ടുകളാണ് ഇത്തരത്തിലുള്ള വാണിജ്യ രീതിയിൽ സൂക്ഷിക്കുന്ന അക്കൗണ്ടുകൾക്കാണ് നമ്മൾ പറയുന്നത്? ആ പേരെന്താണ്? പ്രൊഫോമ അക്കൗണ്ട് എന്നാണ് അതിൻ്റെ പേര്. വാണിജ്യ രീതികൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ആ അക്കൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് പ്രൊഫോമ അക്കൗണ്ട്. അടുത്ത ചോദ്യം, PWD അല്ലാത്ത വകുപ്പുകളുടെ ചുമതലയുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാടക എന്ത് വിളിക്കുന്നു? നോക്കുക. അപ്പോൾ PWDയുടെ കെട്ടിടമല്ല, അല്ലാത്ത ചില മറ്റു വകുപ്പുകളുടെ ചുമതലയിലുള്ള കെട്ടിടങ്ങളിൽ നിന്ന് വാടക ലഭിക്കുന്നുണ്ട്. അത്തരം വാടകയെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദ്യം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്പാർട്ട്മെന്റൽ വരുമാനം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ റെസീറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതിനായി ഓഡിറ്റ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് സഹായം? ഓഡിറ്റ് ബോർഡിന്റെ ഒരു സഹായം എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓഡിറ്റ് ബോർഡ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ അല്ലെങ്കിൽ C&AGയെ സഹായിക്കുന്ന ഒരു അധികാരി എന്ന നിലയിലാണ്, അല്ലെ ഒരു സഹായി എന്ന നിലയിലാണ് നമ്മൾ ഈ ഓഡിറ്റ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമതയും അവരുടെ ഓഡിറ്റും ഒക്കെ വിലയിരുത്തുന്നതിനായിട്ടാണ് ഈ ഓഡിറ്റ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അത് C&AGയെ സഹായിക്കുന്ന ഒരു അധികാരിയാണ് ഈ ഓഡിറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ജോലികൾക്കായി ദിവസവും നിയോഗിക്കപ്പെടുന്ന തൊഴിലാളികളുടെ നാമമാത്രമായ പട്ടികയെ എന്ത് വിളിക്കുന്നു? തൊഴിലാളികളുടെ പട്ടികയ്ക്ക് ഇന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കോളാം, അത് മസ്റ്ററോളാണ്. തൊഴിലാളികളുടെ പട്ടിക. മറ്റതെന്താ? അളവുകളുടെ പട്ടിക എന്ന് പറയുമ്പോൾ അത് മെഷർമെന്റ് ബുക്കായി. ഇത് തൊഴിലാളികളുടെ പട്ടിക എന്ന് പറയുമ്പോൾ മസ്റ്റർ റോളാണ്. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റൽ കൊമേഴ്സ്യൽ യൂണിറ്റുകളുടെ കാര്യത്തിൽ ആരുടെ കടമകൾ പൂർത്തിയാകുമ്പോഴാണ് ഓഡിറ്ററുടെ ചുമതല ആരംഭിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റൽ കൊമേഴ്സ്യൽ യൂണിറ്റുകളിൽ ആരുടെ കടമകൾ പൂർത്തിയാകുമ്പോഴാണ് ഓഡിറ്ററുടെ ചുമതലകൾ ആരംഭിക്കുന്നത്? അപ്പോൾ അക്കൗണ്ടന്റിന്റെ ചുമതലകൾ പൂർത്തിയാകുമ്പോൾ ഓഡിറ്ററുടെ ചുമതലയായും. അത് അങ്ങനെയാണല്ലോ വരിക. ഒരു കാര്യങ്ങൾ, ഒരു പദ്ധതി അല്ലെ ഒരു പരിപാടി കാര്യം നടത്തി കഴിഞ്ഞ് അത് അക്കൗണ്ട് ചെയ്യണം. അക്കൗണ്ടന്റ് ആ അക്കൗണ്ടുകളൊക്കെ ചെയ്ത് തീരുമ്പോഴാണ് അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്ററുടെ ചുമതല ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് അക്കൗണ്ടന്റിന്റെ ചുമതലകൾ പൂർത്തിയാകുമ്പോഴാണ്. അടുത്ത ചോദ്യം, പൊതു താല്പര്യത്തെ മുൻനിർത്തി സർക്കാർ ഉടമസ്ഥയിലുള്ള ഒരു കോർപ്പറേഷന്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് C&AGയെ ഏൽപ്പിക്കാവുന്നത് ഏത് സാഹചര്യത്തിലാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൊതു താല്പര്യത്തെ മുൻനിർത്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കോർപ്പറേഷന്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിനെ ഏൽപ്പിക്കാനാവുന്നത് ഏത് സാഹചര്യത്തിലാണ്? അപ്പോൾ വെറുതെ അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റില്ല. പൊതു താല്പര്യത്തെ മുൻനിർത്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കോർപ്പറേഷന്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നതിന് വെറുതെ അങ്ങ് ഏൽപ്പിക്കാൻ പറ്റില്ല. മറിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി മുൻകൂട്ടി ആലോചിച്ചതിന് ശേഷം മാത്രമേ C&AGയെ ഈ ചുമതല ഓഡിറ്റർ ജനറലിനെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ. അക്കൗണ്ടുകൾ C&AG ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തോട് തന്നെ കൂടി ആലോചിക്കണം മുൻകൂട്ടി.
അതിനുശേഷം മാത്രമേ അത്തരത്തില് പൊതു താല്പര്യത്തെ മുൻനിർത്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കോർപ്പറേഷന്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നതിന് C&AGയെ ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഓഡിറ്റിന്റെ വിശാലമായ ലക്ഷ്യം എന്താണ്? അടുത്ത ചോദ്യമാണ്. ഓഡിറ്റിന്റെ വിശാലമായ ഒരു ലക്ഷ്യം എന്താണ്? അത് ലക്ഷ്യമെന്ന് പറയുന്നത് നികുതിദായകന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നികുതിദായകന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക. നികുതി കൊടുത്തിട്ടാണല്ലോ ഈ പദ്ധതികളും പരിപാടികളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ നികുതിദായകരെ സമ്പത്താണ് നമ്മളുടെ വർക്കുകളും ബാക്കിയെല്ലാം നടക്കുന്നത്. അപ്പോൾ നികുതിദായകരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓഡിറ്റിന്റെ വിശാലമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഓഡിറ്റിന്റെയും ഭരണനിർവഹണം എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ ഓഡിറ്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും റോളുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാ? നമ്മളത് പറഞ്ഞതാണ്. കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്, പരസ്പര പൂരകങ്ങളാണ്. അടുത്ത ചോദ്യം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾക്ക് ഇരട്ട ലക്ഷ്യങ്ങളുണ്ട്. C&AGയുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾക്ക് 2 ലക്ഷ്യമുണ്ടെന്നാണ് പറയുക. ആ 2 ലക്ഷ്യം ഏതൊക്കെയാണ്? ഒന്ന്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളും ഉത്തരവുകളും എത്രത്തോളം പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കാണിക്കും. C&AGയുടെ റിപ്പോർട്ട് എന്ത് കാണിക്കും? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിയമങ്ങളും ഉത്തരവുകളും എത്രത്തോളം പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കാണിക്കും. അല്ല സർക്കാർ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അത് ഉത്തരവും പ്രകാരമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിലുണ്ടാവും. എന്നാൽ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ വിനിയോഗത്തിനായിട്ട് വകയിരുത്തിയ പണം ക്രമമായും ശരിയായും ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കും. അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം എന്ത് പറയണം? സർക്കാരിൻ്റെ പ്രവർത്തനത്തിന്, ഒരു എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനത്തിന് വിനിയോഗിച്ചിരിക്കുന്ന വകയിരുത്തിയിരിക്കുന്ന പണം ക്രമമായും ശരിയായും ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് C&AG പറയും. അപ്പോൾ 2 കാര്യങ്ങൾ C&AG പറയും. ഒന്ന്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയും നിയമങ്ങളും ഉത്തരവുകളും എത്രത്തോളം കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് C&AGയുടെ റിപ്പോർട്ടിലുണ്ടാവും. മറ്റൊന്ന്, സർക്കാരിൻ്റെ വിനിയോഗത്തിനായിട്ട് നിയമസഭ വകയിരുത്തിയ പണം അത് ക്രമമായും ശരിയായും വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യവും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. അടുത്ത ചോദ്യം. നിയമസഭയ്ക്ക് മുന്നിൽ വെക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ പ്രിൻസിപ്പൽ ഓഡിറ്റ് റിപ്പോർട്ടർമാർ അല്ലെ പ്രിൻസിപ്പൽ ഓഡിറ്റ് ഓഫീസർമാർ, അതായത് നിയമസഭയ്ക്ക് മുന്നിൽ വെക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ, ഇവിടെ പ്രിൻസിപ്പൽ ഓഡിറ്റ് ഓഫീസർമാർ എന്ന് പറയുന്നത് നിയമസഭയ്ക്ക് മുന്നിൽ വെക്കണമെങ്കിൽ അക്കൗണ്ടന്റ് ജനറൽ ഒപ്പിടണം. പിന്നീട് ആര് കൗണ്ടർ സൈൻ ചെയ്യണം? ഒരു നിയമസഭയ്ക്ക് മുന്നിൽ വെക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ സാധാരണ ഒപ്പിടുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. എന്നാൽ ആ നിയമസഭയ്ക്ക് മുന്നിൽ വെക്കുന്നതായതുകൊണ്ട് അക്കൗണ്ടന്റ് ജനറൽ ഒപ്പിടുകയും അതിൻ്റെ മേലെ ആര് കൗണ്ടർ സൈൻ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും കൗണ്ടർ സൈൻ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ C&AG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് അതിൽ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത്. അടുത്തത് ചോദ്യം. ഓഡിറ്റ് വഴി ഓരോ തട്ടിപ്പും അന്വേഷിക്കുമ്പോൾ പ്രധാനമായും കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓഡിറ്റ് വഴി ഓരോ കള്ളത്തരവും നമ്മൾ തട്ടിപ്പ് അന്വേഷിക്കുമ്പോൾ പ്രധാനമായ കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം, ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന സാധാരണമായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ ഈ തട്ടിപ്പ് തടയാൻ സാധിക്കുമായിരുന്നോ എന്നാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ നടന്ന തട്ടിപ്പ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ആ തട്ടിപ്പ് തടയാൻ കഴിയുമായിരുന്നോ എന്ന് പരിശോധിക്കും. അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ, നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ തട്ടിപ്പ് തടയാൻ പറ്റിയെന്ന് റിപ്പോർട്ട് കണ്ടെത്തിയാൽ ഇയാൾക്കെതിരെ നടപടി ഉണ്ടാവും. ഈ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉറപ്പാണ്. അടുത്ത ചോദ്യം. ഓഡിറ്റ് റിപ്പോർട്ടുകൾ, ഫിനാൻസ് അക്കൗണ്ടുകൾ, അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകൾ എന്നിവ പാർലമെന്റിൽ വെച്ച് കഴിഞ്ഞാൽ അവ പരിശോധിക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ
ഓഡിറ്റ് റിപ്പോർട്ട്, ഫിനാൻസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകൾ എന്നിവ പാർലമെന്റിൽ വെച്ച് കഴിഞ്ഞാൽ അവ വീണ്ടും പരിശോധിക്കുന്നത് ആ കമ്മിറ്റിയുടെ പേരാണ്, പാർലമെന്ററി സമിതിയിൽ ഒരാളാണത്. അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അത് പരിശോധിക്കുന്നത്. അടുത്ത ചോദ്യം, പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഉള്ളത്. നമുക്കറിയാം ഏതൊക്കെയാ? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റികളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഈ 3 ഒഴികെയുള്ള ഏതായാലും ഉത്തരമാണ്. അതിൽ ഉൾപ്പെട്ടില്ല. ആകെ പാർലമെന്റിലെ പ്രധാനപ്പെട്ട 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഉള്ളത്. ഒന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, രണ്ടാമത്തെ എസ്റ്റിമേറ്റ് കമ്മിറ്റി, മൂന്നാമത്തത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. ഈ 3 അല്ലാത്ത ഒന്നാണ് അവിടെ കാണുന്നത്. അത് ലോകസഭയിലോ രാജ്യസഭയിലോ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും അംഗങ്ങൾ അടങ്ങുന്ന കമ്മിറ്റി. അങ്ങനെയൊന്നുമില്ല. ലോക്സഭയിലും രാജ്യസഭയിലും പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അംഗങ്ങൾ അടങ്ങുന്ന കമ്മിറ്റിയല്ല. അങ്ങനെ ഒരു കമ്മിറ്റി ഈ പ്രധാനപ്പെട്ട 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ വരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം, പാർലമെന്റിലെ ധനകാര്യ സമിതികളിൽ, ഫിനാൻസ് കമ്മിറ്റികളിൽ ലോകസഭയിലെ അംഗങ്ങൾ മാത്രമുള്ള സമിതി ഏതാണ്? നമുക്ക് 3 സമിതികളാണ് ഉള്ളത്. അതിൽ ഒരു സമിതിയിൽ ലോകസഭയിലെ അംഗങ്ങളും മാത്രമേ ഉള്ളൂ. ആ കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, അതിൽ ലോകസഭയിലെ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു ചോദ്യം, പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 25-ൽ കൂടുതൽ അംഗങ്ങളുള്ളത് ഏത് കമ്മിറ്റിയാണ്? 25-ൽ കൂടുതൽ അംഗങ്ങളുള്ളത് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലാണ്. ഏകദേശം 30ഓളം അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. അടുത്ത ചോദ്യം, പാർലമെന്റിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാലാവധി എത്രയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പാർലമെന്റിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. 25-ൽ കൂടുതൽ അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ലോകസഭാ അംഗങ്ങളും മാത്രമുള്ള കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഇങ്ങനെ നമ്മൾ ഈ കമ്മിറ്റികളിൽ നിന്ന് ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങൾ ഉറപ്പാണ്. അടുത്ത ചോദ്യം, പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഒരു സിറ്റിംഗ് ചേരുന്നതിന് ആവശ്യമായ കോറം എത്രയാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഒരു സിറ്റിംഗ് ചേരണമെങ്കിൽ അതിന്റെ 1/3 കോറം ഉണ്ടായിരിക്കണം. അതാണ് ആൻസർ. 3-1 കോറം തികയാൻ 3-1 അംഗങ്ങളുടെ ഹാജര് ഉണ്ടായിരിക്കണം. പാർലമെന്റിന്റെ ധനകാര്യ സമിതികൾ രൂപീകരിക്കുന്നത് ഏത് ഭരണഘടനാപരമായ വ്യവസ്ഥ പ്രകാരമാണ്? ഇപ്പൊ ഈ ധനകാര്യ സമിതികൾ നമ്മൾ 3 കണ്ടു പ്രധാനമായിട്ട്. അത് രൂപീകരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് വ്യവസ്ഥ പ്രകാരമാണെന്ന്. സത്യത്തില് കോൺസ്റ്റിറ്റ്യൂഷനില് അത്തരത്തില് ധനകാര്യ സമിതികൾ രൂപീകരിക്കാൻ, ഫിനാൻസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതാണ് സത്യം. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകൾ ഒന്നും തന്നെ ഈ ധനകാര്യ സമിതികൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ ഇല്ല എന്നാണ് സത്യം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ഇല്ലാത്ത ഒരു നമുക്ക് ഈ കമ്മിറ്റികളൊക്കെ തന്നെ, ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയും ഒക്കെ തന്നെ ലോകസഭയുമായിട്ട് ബന്ധപ്പെട്ടുമുണ്ട്, താഴെ സംസ്ഥാനത്ത് വേറെയുമുണ്ട്. അപ്പോൾ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്താണ്? സാധാരണഗതിയിൽ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയാണ് പൊതുമേഖലാ സ്ഥാപനവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ഇല്ലെങ്കിൽ അത് അവരുടെ റിപ്പോർട്ട് ആര് പരിശോധിക്കും എന്നാ ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വരുന്ന സന്ദർഭങ്ങളിൽ അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് അത് പരിശോധിക്കേണ്ടത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് അതിനുള്ള അധികാരം ഉണ്ട്. അടുത്ത ചോദ്യം, പാർലമെന്റിന് മുന്നിൽ വെച്ചതിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ടുകൾ, ഫിനാൻസ് അക്കൗണ്ടുകൾ, അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകൾ എന്നിവ പരിശോധിക്കുന്നത് ആരാണ്? പാർലമെന്റിൽ വെച്ചതിന് ശേഷമാണ് ഈ ഓഡിറ്റ്. അത് നമ്മൾ ഒരിക്കൽ ആ ചോദ്യം പറഞ്ഞതാണ്. പിന്നെ പരിശോധിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, C&AG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, പാർലമെന്റിന്റെ ഈ ധനകാര്യ സമിതികളുടെ സിറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം ഈ താഴെ പറയുന്ന എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ കമ്മിറ്റികളെ സഹായിക്കുക? ഈ ധനകാര്യ കമ്മിറ്റികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ ധനകാര്യ സമിതികളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്.
അപ്പൊ ഏത് രീതിയിലാണ് അദ്ദേഹം സഹായിക്കുന്നതെന്നാണ് അത് സഹായിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് ഉയർന്നു വരുന്ന വിഷയങ്ങളിലും മാത്രമാണ്. ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കുന്ന ചെലവുകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെടാനും ചെലവുകളുടെ വോട്ട് ചെയ്തത് ഈടാക്കിയത് എന്നീ വർഗീകരണം ഭരണഘടനയിലെയും പാർലമെന്റ് നിയമങ്ങളിലെയും വ്യവസ്ഥകൾ കർശനമായി പാലിച്ചാണോ നടത്തിയത് എന്ന് പരിശോധിക്കാനും അധികാരമുള്ള പാർലമെന്റ് കമ്മിറ്റി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കുന്ന ചെലവുകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെടാൻ ഉള്ള അധികാരമുള്ളത്, ചെലവുകളുടെ വോട്ട് ചെയ്തത് ഈടാക്കിയത് എന്നീ ക്ലാസിഫിക്കേഷൻ ഭരണഘടനയിലെയും പാർലമെന്റ് നിയമങ്ങളിലെയും വ്യവസ്ഥകൾ കർശനമായിട്ട് പാലിച്ചാണോ നടത്തിയത് എന്ന് പരിശോധിക്കാനും അധികാരമുള്ള ഒരു കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, പാർലമെന്റ് കമ്മിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. അത് പരിശോധിക്കാൻ അധികാരമുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. അടുത്ത ചോദ്യം, ഒരു പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് ഒറ്റ വാക്കിൽ? അല്ലെങ്കിൽ അതിന്റെ ആൻസർ, ഒരു സഭ നിയമിതരാക്കിയതോ അല്ലെങ്കിൽ ഉപദേശകന്മാര്, പ്രിസൈഡിംഗ് ഓഫീസർമാര് നാമനിർദ്ദേശം ചെയ്തതായിട്ടുള്ള കമ്മിറ്റിയാണ് ഒരു പാർലമെന്ററി കമ്മിറ്റി. സഭ നിയമിതമാക്കിയതോ അപ്പോയിന്റ് ചെയ്തതോ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ നാമനിർദ്ദേശം ചെയ്തതായിട്ടുള്ള കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, പാർലമെന്റിലെ ഏത് ധനകാര്യ കമ്മിറ്റിയിലാണ് ലോകസഭയിലെ അംഗങ്ങൾ മാത്രമുള്ളത്? നമ്മൾ ഒരിക്കലും അത് പറഞ്ഞതാണ്. ലോകസഭയിലെ അംഗങ്ങൾ മാത്രമുള്ള കമ്മിറ്റി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെയും സുഹൃത്തും ദാർശനികനും മാർഗദർശിയും ആയി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെയും സുഹൃത്തും ദാർശനികനും ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്ന് പറയുന്നത് ആരാണെന്നാണ്. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. മറ്റൊരു ചോദ്യം, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നിർവഹിക്കാത്തതെന്ന്? ഇവിടെ ആൻസർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആര് പരിശോധിക്കില്ല? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കില്ല. അതാരാ പരിശോധിക്കുക? അത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയാണ് പരിശോധിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിലെ 1964 സ്ഥാപിതമായ ഏറ്റവും പുതിയ ധനകാര്യ കമ്മിറ്റി ഏതാണ്? കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയാണ് 1964 രൂപീകൃതമായത്. ധനകാര്യ കമ്മിറ്റികളുടെ കാലാവധി എത്രയാണ്? 1 വർഷം. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നിയമപരമായ ഗ്രാന്റ് നൽകുന്നത്? അത് ആർട്ടിക്കിൾ 275 പ്രകാരമാണ്. അടുത്ത ചോദ്യം, പാർലമെന്റിലെ ധനകാര്യ സമിതികളുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പാർലമെന്റിലെ ധനകാര്യ സമിതികളുടെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്പീക്കറാണ്. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള നിയമപരമായ സഹായധനം, സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അത് 275 പ്രകാരമാണ്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആയാലും മറ്റേതായാലും ഒക്കെ 275 ആണ്. സംസ്ഥാന നിയമസഭയിലെ പ്രധാനപ്പെട്ട ധനകാര്യ സമിതികൾ ഏതൊക്കെ? ഫിനാൻസ് കമ്മിറ്റികൾ ഏതൊക്കെയാണ്? അതും ഇതുപോലെ തന്നെയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഇതേ കമ്മിറ്റികൾ എവിടെയുണ്ട്? നിയമസഭയിലെ
ഫിനാൻസ് കമ്മിറ്റികളും ആണ്. അടുത്ത ചോദ്യം, പാർലമെന്ററി കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് പാർലമെന്റിന്റെ നടപടിക്രമങ്ങളും കാര്യനിർവഹണ നിയമങ്ങളും, ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് പാർലമെന്റ് അടിസ്ഥാനമാക്കിയിട്ടാണ്. അടുത്ത ചോദ്യം, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് ആരാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് കമ്മിറ്റിയുടെ ചെയർമാനാണ്. കമ്മിറ്റിയുടെ ചെയർമാനാണ്. അടുത്ത ചോദ്യം, ഭരണനിർവഹണത്തിൽ കാര്യക്ഷമതയും ലാഭക്ഷമതയും കൊണ്ടുവരുന്നതിനായി ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുന്നത് പാർലമെന്റിന്റെ ഏത് കമ്മിറ്റിയാണ്? ഭരണനിർവഹണത്തിൽ കാര്യക്ഷമതയും ലാഭക്ഷമതയും കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശം എവിടുന്ന വരുന്നത്? എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ സിവിൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ സൂക്ഷ്മ പരിശോധന നടത്തുകയും തുടർ നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഓഡിറ്റ് റിപ്പോർട്ടാണ്, ഓഡിറ്റാണ്. അപ്പോൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട അത് കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വീണ്ടും നമ്മൾ ചോദ്യങ്ങളുമായിട്ട് കാണും. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഫർദർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.